ശ്രീ ടി പി ശ്രീനിവാസൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ന പേരിൽ നടത്തുന്ന ഈ ഇടപെടൽ നാളെ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ? അതാണല്ലോ ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം ഇത് ഒരു ന്യായീകരണവും സാധ്യമല്ല ഇതിന്. കാരണം രാഷ്ട്രസംഘടനയുടെ നിയമങ്ങളായാലും ഇന്റർനാഷണൽ ലോ ആയാലും അതിനൊക്കെ എതിരാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാൻ തന്നെ. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് നോക്കിയാൽ ഒരുപക്ഷെ വെനിസ്വേലക്കാർക്ക് കൂടുതലും സന്തോഷം വരുന്ന കാര്യമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ കേൾക്കുന്നത്. കാരണം അവിടെ നിന്ന് ഇയാളെ മാറ്റിയെങ്കിലും, പ്രസിഡന്റിനെ മാറ്റിയെങ്കിലും സെക്കൻഡ് ലെവലിലുള്ള ലീഡർഷിപ്പ് അമേരിക്കയോട് ഇപ്പോഴും ഫേവർ ചെയ്യുന്നതാണ്. അപ്പൊ അവരാഗ്രഹിക്കുന്നത് അമേരിക്ക ഇവിടെ അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പ് അവിടെ വരികയോ ചെയ്താൽ ആദ്യം അവർ ഈ ഓയിൽ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അത് ഒരു വലിയ ഗുണമായിട്ട് വരും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഓയിൽ ഇൻഡസ്ട്രിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആർക്കും കഴിവില്ല. പക്ഷെ അതേ സമയത്ത് മെദുറോ ഇല്ലാത്ത രാജ്യത്ത് അടുത്ത സെക്കൻഡ് ലെവലിലുള്ള ആളുകൾ അധികാരത്തിൽ വന്നാൽ, അതും അമേരിക്കയോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള അധികാരത്തിൽ വന്നാൽ വെനിസ്വേലയുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ് ഇപ്പോഴത്തെ പൊതുവെയുള്ള അഭിപ്രായം. അപ്പൊ ഇതിനെ ന്യായീകരിക്കാൻ ആരും തയ്യാറില്ലെങ്കിലും വെനിസ്വേലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ബെറ്റർ അഡ്മിനിസ്ട്രേഷനാണ്. ആ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ അമേരിക്ക വരികയും അമേരിക്കയ്ക്ക് അതിന് വേണ്ട കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്താൽ ആവറേജ് വെനിസ്വേലൻസ് വിൽ ബി ഹാപ്പിയർ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കോൺട്രഡിക്ഷൻ.